Good evening. Today we discuss about the classical and Keynesian economics. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്താണെന്നും അവരുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും കെനീഷ്യൻ എക്കണോമിക്സ് എന്താണെന്നും അവരുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വി നോ ദാറ്റ് ദ ടേം ക്ലാസിക്കൽ എക്കണോമിക്സ് വാസ് കോയിൻഡ് ബൈ കാൾ മാക്സ്. അത് ആദ്യമായിട്ട് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് കാൾ മാക്സ് ആണ്. ആൻഡ് ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ കെയ്ൻസ്. And the classical theory, that is according to them the economy will be always in the state of full employment. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസംഷനാണ് അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1776 to 1936, അതായത് ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ പബ്ലിക്കേഷൻ മുതൽ 1936 കെയ്ൻസിൻ്റെ ജനറൽ തിയറി പബ്ലിഷ് ചെയ്തു വരുന്നവരുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന എക്കണോമിക്സ്, അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1776 to 1936 ആണ്. പിന്നെ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസംഷനാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദ എക്കണോമി ഈസ് ഓൾവേസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് ദ ലേസേഴ്സ്ഫയർ. പ്രധാനപ്പെട്ട 3 അസംഷൻസ് ആണ്. വി ആർ ഓൾ നോ ദാറ്റ് വാട്ട് ഈസ് ലേസേഴ്സ്ഫയർ. ദാറ്റ് ഈസ് ലേസേഴ്സ്ഫയർ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലേസേഴ്സ്ഫയർ എന്ന് പറയുന്നത്. അതായത് ലേസേഴ്സ്ഫയർ എക്കണോമിയുടെ പ്രത്യേകതകളാണ് ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ, ആബ്സെൻസ് ഓഫ് മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം ഓഫ് ചോയ്സ്. ഇതാണ് ഒരു ലേസേഴ്സ്ഫയർ എക്കണോമിയുടെ പ്രത്യേകത. നമ്മുടെ ക്ലാസിക്കൽ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട അസംഷനാണ് ലേസേഴ്സ്ഫയർ സിസ്റ്റം. നെക്സ്റ്റ്, മണി ഡസ് നോട്ട് മാറ്റർ. അതായത് ക്ലാസിക്കൽസ് അസ്യൂംഡ് ദാറ്റ് മണി ഈസ് ഓൺലി എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് പണത്തിന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നൊരു റോള് മാത്രമാണ് അവർ പറയുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് അസംഷൻ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദേ ഫോളോ. അതായത് അവിടെ മോണോപോളീസ് ഇല്ല. നെക്സ്റ്റ്, ക്ലോസ്ഡ് എക്കണോമിയാണ്. ദാറ്റ് ഈസ് നോ ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് 2 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് റിയൽ ആൻഡ് മോണിറ്ററി ഫാക്ടേഴ്സ്. അതിനെ നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമി എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ പ്രൈസസ് ആൻഡ് വേജസ് ആർ ഫ്ലെക്സിബിൾ. അതൊരു ഫ്ലെക്സിബിലിറ്റി ഓഫ് വേജസ് ആൻഡ് പ്രൈസസ്, അതൊരു പ്രത്യേകതയാണ്. പിന്നെ നമ്മളതിൽ പറയുന്നത്, അതിൽ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. അത് നമുക്കറിയുന്നതാണ്. സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, ദാറ്റ് ഈസ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇതെല്ലാമാണ് ക്ലാസിക്കൽസിൻ്റെ, അതായത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്, ലേസേഴ്സ്ഫയർ എക്കണോമിയാണ്. ക്ലാസിക്കൽസ് എക്കണോമിക്സ് ട്രീറ്റഡ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. പിന്നെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ബേസിക് പില്ലേഴ്സ് എന്ന് പറയുന്നതാണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. ദാറ്റ് ഈസ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് means supply creates its own demand. Another important assumption is flexibility of wages. ഇത്രയുമാണ് നമ്മൾ ക്ലാസിക്കൽ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. നമുക്ക് ലാസ്റ്റ് ക്ലാസിക്കലും കെയ്നീഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നോക്കാം. നെക്സ്റ്റ്, കെയ്നീഷ്യൻ എക്കണോമിക്സ്. കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ Keynesian theory of full employment is, അതായത് according to Keynesian theory, full employment is not possible. There will be always a underemployment equilibrium in the economy. അതായത് കെയ്ൻസ് പറയുകയാണ് എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻ്റ് ഉള്ള സിറ്റുവേഷൻ ഒരിക്കലും പോസിബിൾ അല്ല, എക്കണോമിയിൽ എപ്പോഴും അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കെയ്ൻസ് പറയുന്ന ഒരു കാര്യം. ദാറ്റ് ഈസ് ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓർ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു കെയ്നീഷ്യൻ തിയറി ഈസ് സ്റ്റാർട്ടിങ് വിത്ത് ദ പോയിൻ്റ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് Keynesian theory സ്റ്റാർട്ട് ചെയ്യുന്നത്. That is, effective demand determines the level of employment in the economy according to Keynes. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ എഫക്റ്റീവ് ഡിമാൻഡാണ് എക്കണോമിയിലെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ്, എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എ പോയിന്റ് വേർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. ഓൾറെഡി പഠിച്ചാണ് നമ്മൾ. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്.
പിന്നെ നമ്മളിതിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് ഇതിൽ കെയ്ൻസിൻ്റെ കുറച്ച് കൺസെപ്റ്റുകളാണ് നമുക്ക് ഈ തിയറിയിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഓട്ടോണമസ് കൺസംഷൻ. കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു കെയ്ൻസ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ ഷോർട്ട് റൺ ഓർ നോൺ പ്രപ്പോർഷനേറ്റ് കൺസംഷൻ ഫംഗ്ഷൻ ആണ്. കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ഒരു പ്രപ്പോർഷനേറ്റ് ആൻഡ് നോ ഷോർട്ട് റൺ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിതിൽ പഠിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഗ്രിഗേറ്റ് സപ്ലൈ സ്വാധീനിക്കുന്ന ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് കൺസംഷൻ ആൻഡ് സേവിങ് എന്ന് പറയുന്നത്. അതിൽ കൺസംഷനെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങൾ സൈസ് ഓഫ് ദ ഇൻകം ആൻഡ് പ്രൊപ്പൻസിറ്റി ടു ഈൽഡ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് MEC ആണ്. ഇതിൽ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. MEC എന്താണെന്നുള്ള കാര്യം. ഇനി നമുക്ക് കെയ്ൻസിൻ്റെ അതായത് കെയ്ൻസിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡാണ് ഇത് നമുക്ക്. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ പോയിന്റ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. എഫക്റ്റീവ് ഡിമാൻഡ് ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ എക്കണോമി അക്കോർഡിംഗ് ടു കെയ്ൻസ്. എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എ പോയിന്റ് വേർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. നെക്സ്റ്റ് കെയ്ൻസ് ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട ടേമുകൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആൻഡ് deflationary gap. Under Keynesian model, investment is exogenously determined and it is considered to be fixed in the short run. Then inflationary gap and deflationary gap. Inflationary gap implies the excess of aggregate demand over aggregate supply at the full employment in the Keynesian analysis. Aggregate demand or excess of aggregate demand over aggregate supply. നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. ദാറ്റ് ഈസ് ഇംപ്ലൈസ് എക്സസ് ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ ഓവർ അഗ്രിഗേറ്റ് ഡിമാൻഡ് അറ്റ് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഇൻ ദ കെയ്നീഷ്യൻ അനാലിസിസ്. ഇത്രയുമാണ് നമുക്ക് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ എക്കണോമിക്സിലെ പ്രധാനമായും പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ. അതായത് നമ്മുടെ മാക്രോ എക്കണോമിക് സ്കൂൾസ് ഓഫ് തോട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് എക്കണോമിക്സ് സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നതിൻ്റെ കാലഘട്ടം 1776 to 1936 ആണ്. ആൻഡ് ദ ടേം ക്ലാസിക്കൽ എക്കണോമിക്സ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ കാൾ മാർക്സ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലാസിക്കൽ തിയറിയിലെ പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഒരു കാലഘട്ടവും അതിൽ വരുന്ന പ്രധാനപ്പെട്ട അസംഷൻസുമാണ്. നമുക്കിനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു നെറ്റ് ഓർ സെറ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ എക്കണോമിക്സ് കമ്പയർ ചെയ്യുന്ന പോയിന്റിൽ നിന്നായിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് അസ്യൂംഡ് സ്റ്റേബിൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇൻ ദ എക്കണോമി. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും. എന്നാൽ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്താണ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഓർ ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. ഇനി ക്ലാസിക്കൽ എക്കണോമിക്സ് അസ്യൂംഡ് ലേസേഴ്സ് ഫെയർ എക്കണോമി, അതായത് ലേസേഴ്സ് ഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേറാസ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. പിന്നെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി ഡിറ്റർമൈൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് ഇൻകം. അതായത് ക്ലാസിക്കൽസിലാണെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ ഈ കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ അഭിപ്രായത്തിൽ അത് ലെവൽ ഓഫ് ഇൻകം ആണ്. നെക്സ്റ്റ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിക്സ് ഇസ് ലോങ് റൺ ഇക്വിലിബ്രിയം ആണ്. വേറാസ് ദ കെയ്നീഷ്യൻ എക്കണോമിക്സ് ഇസ് എ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ദെൻ ക്ലാസിക്കൽ എക്കണോമിക്സ് ഇസ് സ്റ്റാറ്റിക് എക്കണോമിക്സ് ആണ്. കെയ്നീഷ്യൻ എക്കണോമിക്സ് ഇസ് എ ഡൈനാമിക് എക്കണോമിക്സ് ആണ്. ആൻഡ് ക്ലാസിക്കൽസ് ഫേവേർഡ് എ ബാലൻസ്ഡ് ബഡ്ജറ്റ്. അതായത് ക്ലാസിക്കൽസിൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ഫേവേർഡ് ബാലൻസ്ഡ് ബഡ്ജറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വേറാസ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. നെക്സ്റ്റ് മണി ഈസ് ന്യൂട്രൽ എന്ന് പറയുന്നുണ്ട്. ക്ലാസിക്കൽസ് പറയുന്നു മണി ഈസ് ന്യൂട്രൽ എന്ന് പറയുന്നു. പക്ഷേ കെയ്ൻസ് പറയുന്നു മണി ഈസ് നോ ന്യൂട്രൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ പഠിക്കുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലറാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ കെയ്ൻസ് എപ്പോഴും ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസിക്കൽ തിയറി എല്ലാം ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറാസ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഇസ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ക്ലാസിക്കൽ എക്കണോമിക്സും കെയ്നീഷ്യൻ എക്കണോമിക്സും തമ്മിലുള്ള കമ്പാരിസണിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ക്ലാസിക്കൽ എക്കണോമിക്സ്, കെയ്നീഷ്യൻ എക്കണോമിക്സ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ എക്കണോമിക്സ്.